വയനാട് ദുരന്തം നടന്നിട്ട് 1 വർഷവും 2 മാസവും കഴിഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടവർ, പരിക്കേറ്റവർ, വീടും ജീവിതമാർഗവും നഷ്ടമായവർ. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ആ മനുഷ്യർക്കൊപ്പം നിലയുറപ്പിച്ചു. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിനൊപ്പവും സന്നദ്ധ സംഘടനകൾക്കൊപ്പവും എല്ലാവരും കൈകോർത്തു. 2221 കോടിയുടെ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും ദുരന്തത്തിനായി കേന്ദ്രം ഇത്തവണ അനുവദിച്ചത് 260.56 കോടി രൂപ മാത്രമാണ്. ഇതാണ് വയനാട് NBയുടെയും വിമർശനത്തിന് ഇന്ന് കാരണമായത്. രാഷ്ട്രീയം കലർത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പ്രിയങ്കയുടെ വിമർശനം. ഈ വിഷയമാണ് ഇന്ന് ഹോട്ട് ടീ ആൻഡ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. കേരളത്തെ കൈയൊഴിയുകയാണോ കേന്ദ്രം? നമ്മോടൊപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് നൌഷാദ് അലി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഷോൺ ജോർജിലേക്ക്. ഷോൺ, സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്ത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുള്ള സഹായത്തിനപ്പുറം ഇപ്പോൾ വന്നത് 260 കോടി രൂപയാണ്. പക്ഷേ വലിയൊരു തുകയാണ് നമുക്ക് വേണ്ടത്. പ്രിയങ്കയുടെ വിമർശനം വരുന്നത് ഈ പാവങ്ങളുടെ ഈ കഷ്ടതകളിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ്. അത്തരത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണോ BJP? ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ കണക്കൊന്ന് ബോധ്യപ്പെടാം. STMന്ന് ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള കണക്കനുസരിച്ച് SASCI ലോൺ 529 കോടി രൂപ, അതായത് ഏറെക്കുറെ സംസ്ഥാന സർക്കാർ 50 വർഷക്കാലം കൊണ്ട് തിരിച്ചടക്കേണ്ട ലോണാണത്. SDF സെൻട്രൽ ഷെയർ 153 കോടി രൂപ, PDNA ഷെയർ 260.56 കോടി രൂപ, ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും എടുത്തിട്ടുള്ളത് 120 കോടി രൂപ. അങ്ങനെ 1079 കോടി രൂപ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. CMDRF മുഖ്യമന്ത്രിയുടെ അല്ല, ഞാൻ തന്നെ പറഞ്ഞു, ലോൺ 50 വർഷത്തേന് കൊടുത്ത് അത് ആ 500 വെട്ടിക്കോ, പിന്നെ 600 കോടി രൂപ മിച്ചമുണ്ട്. ആ 500 വെട്ടിക്കോ, 50 വർഷം കൊണ്ട് ഒരു വർഷം 15 കോടി രൂപയും താഴെ മാത്രം പലിശരഹിതമായി കൊടുക്കുന്ന ലോണാണ്. അത് 50 വർഷം കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. അത് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്ന ലോണാണ്, അത് സഹായം തന്നെയാണ്, അതാദ്യം മനസ്സിലാക്കുക. 2, CMDRFിലേക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വായ്പ, അതിപ്പോൾ കോൺഗ്രസിന് വിരോധം ഉണ്ടാകില്ലെന്ന് തോന്നുന്നു, 773 കോടി രൂപയാണ്. അവിടെ 402 കുടുംബങ്ങൾക്കാണ് ഭവനരഹിതരായിട്ടുള്ളത്, മുണ്ടക്കൈ ചുരൽമല മൊത്തത്തിലുള്ളത്. ഈ 402 കുടുംബങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിന് പണം ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പ്രസ്താവന നടത്തി. ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ കൊടുത്തേക്കുന്ന ഇന്നത്തെ ഫണ്ട് PDNA ഫണ്ട് 260 കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഞാനിന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തിട്ടുള്ള പേപ്പർ വർക്കുകളിൽ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചുള്ള പണമാണ് 260 കോടി രൂപ. 2200 രൂപയും 3500-ഉം 4500-ഉം ഒക്കെ പിണറായി വിജയൻ ചോദിക്കും. നമുക്കറിയാമല്ലോ, ജനറേറ്റർ വാടകയ്ക്ക് എടുത്തിട്ട് അതിന് 70 ലക്ഷം രൂപ വാടക ലഭിച്ചു എന്ന് ഒറ്റ കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കണക്ക് പ്രകാരം തന്നെ ചോദിക്കാം. താങ്കൾ ഇപ്പോൾ അറിഞ്ഞത് മുഴുവൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അനുവദിക്കുന്ന തുകയാണ്. അതിൽ വിഹിതം സംസ്ഥാനത്തിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ആ കണക്ക് പറയാതെ ഇത് പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ആ കണക്ക് പറയാതെ ഇത് പൂർണ്ണമാവില്ല. ഞാൻ വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക തന്നെ പറയാം. ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്തല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കേന്ദ്രം കൊടുത്ത പൈസയാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, അതുവഴി അനുവദിച്ച തുകയാണ്. ഇനി തിരിച്ചടക്കേണ്ടതിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ലോണിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞ തുക തന്നെ നമുക്ക് എടുക്കാം. ലോണിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ തുക തന്നെ എടുക്കാം. അത്തരത്തിൽ തിരിച്ചടക്കേണ്ടതില്ലാത്ത തുക വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കണക്ക് വേണമെങ്കിൽ വായിക്കാം. ഞാനും വായിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഞാനും കണക്ക് വായിക്കാം. തമിഴ്നാടിന് 360 കോടി, കർണാടകയ്ക്ക് 3528 കോടി, നാഗാലാൻഡിന് 181 കോടി. ഇത് കേരളത്തിന് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഇതിൽ പാവങ്ങളുടെ കഷ്ടതകളിൽ രാഷ്ട്രീയം കലർത്തുകയാണ്. ഇവിടെ മാത്രം അത്തരത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രീയം എന്നതാണ് ചോദ്യം. നാഗാലാൻഡിൽ എത്രയാണ്? 402 കുടുംബങ്ങൾക്ക് പുനരധിവാസ പാക്കേജിന് എത്ര കോടി രൂപ അനുവദിക്കണം എന്റെ സർക്കാർ? 1000-ലേറെയാണ് കുടുംബങ്ങൾ. 402 കുടുംബങ്ങളാണ് ഭവനരഹിതരായത്. അവരുടെയാണ് പുനരധിവാസ പാക്കേജിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലിസ്റ്റ് പ്രകാരം ഇന്ന് കിടക്കുന്നത്.
773 കോടി രൂപ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പണം എവിടെ? ഇവിടുത്തെ കേന്ദ്രം എന്ത് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പണം ചോദിക്കല്ലേ? അവിടെ ഒരു ടൗൺഷിപ്പ് പ്രവർത്തനം തുടങ്ങുകയാണ്. അവിടെ വിവിധ ആളുകൾക്ക് ടൗൺഷിപ്പിൽ വരാത്തത് തന്നെ 108 കുടുംബങ്ങൾ, ടൗൺഷിപ്പിലേക്ക് പോലും വരാത്ത 108 കുടുംബങ്ങൾ തന്നെ. സംസ്ഥാന സർക്കാർ സെൻട്രൽ ഷെയർ 153 കോടി രൂപ അവിടെ. കോടതി നിർദ്ദേശപ്രകാരം രണ്ടാമത് കൊടുത്ത 120 കോടി രൂപ അവിടെ. അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ 260 കോടി രൂപ, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ തന്നെ 600 കോടി രൂപ ആയല്ലോ. ബാക്കി പണം അവിടെ. അതാണ് ചോദിച്ചത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് പണം അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സം? എന്താണ് തടസ്സം? ദേശീയ ദുരന്ത നിങ്ങൾക്ക് ഇത്ര മനുഷ്യർ 400ഓളം മനുഷ്യർ മരിച്ചു വീണപ്പോ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അത് ഏറ്റെടുക്കാൻ തോന്നിയില്ലല്ലോ. അതിലാണ് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെയാണ് ഇത് ചോദിക്കേണ്ടി വരുന്നത്. ഇത് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് സാധാരണ രീതിയിൽ ചോദിക്കുന്നത് മാത്രമല്ല, കോൺഗ്രസിനും ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്, അവിടെയുള്ള എംപിക്കും ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കൊടുക്കേണ്ട പൈസ എല്ലാം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനോട് പിരിച്ചാണ് ഇവിടുന്ന് കണക്ക് ബോധിപ്പിച്ചതനുസരിച്ച് പ്രൊസീജിയർ ഫോളോ ചെയ്തതനുസരിച്ചുള്ള മുഴുവൻ പണവും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ കൊടുത്തു എന്ന് പറയരുത് ഷോൺ. എന്തായാലും കണക്ക് ബോധിപ്പിക്കാതെ എന്തായാലും പണം കൊടുക്കാൻ സാധിക്കില്ല. നമ്മോടൊപ്പം ഇപ്പോൾ നൗഷാദ് അലി കൂടി ചേരുകയാണ്. നൗഷാദ്, ഇതിൽ ഇപ്പോൾ ഷോൺ പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെയാണ് എന്നാണ് പറയുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് അത് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇത് പാവങ്ങളുടെ കഷ്ടതകളെ രാഷ്ട്രീയമായി കാണരുത് എന്ന്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ വിവേചനങ്ങൾ ഇത്രക്ക് നഗ്നമായിട്ട്, ഇത്രക്ക് പ്രകടമായിട്ട് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന മട്ടിൽ ചെയ്തു പോകുന്ന ഒരു സർക്കാർ, ഒരു രാഷ്ട്രീയ ധാർമ്മികതയും ഒരു ജനാധിപത്യ മര്യാദകളും ഒരു പ്രതിപക്ഷ ബഹുമാനശീലങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു സർക്കാർ, ഇതൊക്കെ ഒരു പട്ടാള മേധാവികൾ ഒരു പക്ഷെ ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ പോലും വയനാടിനും കേരളത്തിനും ഒന്നും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഒരു പ്രധാനമന്ത്രി തന്നെ അവിടെ വന്ന് സന്ദർശിച്ചിട്ട് ഒരു കാര്യത്തിനും പണം ഒരു തടസ്സമാകില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ ഒരു ദുരന്ത വേളയിൽ ഒരു പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ പാഴ്വാക്കുകളായി മാറുന്ന ഒരു സാഹചര്യം പോലും ഒരുങ്ങുമ്പോഴും അവർക്ക് അതിനേക്കാളും മേലെയാണ് രാഷ്ട്രീയ ഇതുവരെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പണത്തിന്റെ നിര്യാതന ബുദ്ധികളും. അപ്പോ തീർച്ചയായിട്ടും ഇത് വലിയ ദൗർഭാഗ്യകരമായ ഒന്നാണ്. ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥിതി കേൾക്കുന്ന ആഴത്തിലുള്ള മുറിവാണ്. ആളുകൾക്ക് ഇന്ത്യ എന്ന യൂണിയനിലുള്ള വിശ്വാസം ഒരു ചുറ്റുപാടാണ്. നിങ്ങൾ എന്താണ് ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയന് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? പിണറായി വിജയന് വേണ്ടി ആങ്കർ സംസാരിക്കുന്നുണ്ടല്ലോ. പിണറായി വിജയന് വേണ്ടി ആങ്കർ സംസാരിക്കുന്നുണ്ട്. അത് പിണറായി വിജയന് വേണ്ടി നിങ്ങൾ കൂടെ സംസാരിക്കണ്ട. ഷോൺ ജോർജ്, എനിക്ക് പിണറായി വിജയന് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. അത് കണക്കുകൾ മാത്രമാണ് ചോദിച്ചത്. കണക്ക് തന്നെയാണ് ചോദിച്ചത്. പിണറായിക്ക് വേണ്ടി പിണറായി ചോദിച്ചോളൂ. ദുരന്തത്തിന് ശേഷം 1079 കോടി രൂപ കേന്ദ്ര സർക്കാർ പണം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ പണം എങ്ങനെ ചെലവഴിച്ചു, അതിന്റെ എക്സ്പെൻഡിച്ചർ, അതിന്റെ ഡീറ്റെയിൽസ് ഇത് വല്ലതും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അയാളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഉത്തരം മുട്ടുമ്പോ, പൊറുതി മുട്ടുമ്പോ ഇത്തരത്തിൽ അസഹിഷ്ണുത കാണിക്കുകയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പിന്നെ എന്ത് പ്രസക്തിയാ ഉള്ളത്? ഇല്ല, നൗഷാദ് തുടരാം. ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം, ഇവിടെ ഇത്രയും ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. മാസങ്ങളോളം അത് വൈകിപ്പിച്ചിട്ട് അത് പ്രഖ്യാപിച്ചു. അതോടുകൂടി അതുമായി ബന്ധപ്പെട്ട സഹായങ്ങളില്ല. ഇവിടെ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റഡി അനലൈസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തുക അനുവദിക്കാമെന്നാണ് ആദ്യഘട്ടത്തിൽ തുക ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോഴാണ് 10%. എന്തായാലും നൗഷാദ്, ഷോൺ ജോർജ് എന്തായാലും മറുപടി കേൾക്കാൻ നിന്നിട്ടില്ല. താങ്കൾക്ക് തുടരാം, കാരണം അദ്ദേഹം ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. താങ്കൾക്ക് തുടരാം. ഷോൺ ജോർജ് എന്തായാലും ചർച്ചയിലില്ല. അല്ല, അദ്ദേഹം ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹമൊക്കെ ഈ പുത്തൻ കൂറ്റുകാരനായ BJP-കാരനാണ്. BJP-യുടെ ദുരിത കാലങ്ങളിൽ അതിന്റെ 4000-ത്തില്ലാതെ SDP-യുടെ ജാഥക്ക് കൊടി കൈമാറി പോകുന്ന ആളുകളൊക്കെ ഉദരനിമിത്തം ബഹുവിധ വേഷമാടിയിട്ട് ഇന്ന് BJP ആണ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടായിരിക്കില്ല.
അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിവേകമുണ്ടെങ്കിൽ ഇതിനൊക്കെ സമാധാനപരമായിട്ട് യുക്തിപൂർവം പിന്നെ കണ്ടന്റ് വൈസായിട്ട് മറുപടി പറയുകയാണ് വേണ്ടത്. അദ്ദേഹം ഇറങ്ങി പോയിരിക്കും, എന്ത് വേണം ചെയ്തോട്ടെ. നൗഷാദ്, ഒരു കാര്യം കൂടി, ഇപ്പൊ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ഇടപെടൽ? കാരണം ഈ തരത്തിലാണ് തുക പോകുന്നത് എങ്കിൽ എല്ലാ കാര്യത്തിനും ഇത് തികയില്ല എന്നറിയാം. സംസ്ഥാന സർക്കാരിന് ആ അർത്ഥത്തിൽ പിന്തുണ വേണ്ടിവരും. ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ ഇടപെടൽ ഇനി ഉണ്ടാവുക? അല്ല, തീർച്ചയായിട്ടും ഈ ദുരന്ത മുഖത്ത് നമുക്ക് CPM-ഓ BJP-യോ കോൺഗ്രസോ എന്നൊന്നില്ല. നമ്മള് കേരളീയരാണ്, ഭാരതീയരാണ്. വയനാട് നമ്മുടെ നെഞ്ചത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ്. അവിടെ 400-ലധികം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, എത്രയോ കുടുംബങ്ങൾ വഴിയാധാരമായിട്ടുണ്ട്, 2 ഗ്രാമങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. വലിയ ആ വയനാടിനെ മൊത്തത്തിൽ അതിന്റെ ടൂറിസത്തെയും സാമ്പത്തിക വ്യവസ്ഥിതിയൊക്കെ ബാധിച്ച, നമുക്ക് കാണാൻ പറ്റാത്ത വിധം ആഴത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ്. ആ ദുരന്ത മുഖത്ത് നമ്മൾ കേന്ദ്രത്തോട് ന്യായമായ സഹായം ചോദിക്കുമ്പോൾ അവർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്രം വാരിക്കോരി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒറീസയുണ്ട്, ആസാമുണ്ട്, നിങ്ങൾ പറഞ്ഞ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പല വിവേചനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തോട് ഇതുപോലെ പെരുമാറുന്നത് എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവും നമുക്കില്ല. പിന്നെ ചില പ്രൊസീഡിങ്സും സാങ്കേതികത്വമൊക്കെയാണ് പറയുന്നത്. ഇത്തരത്തിൽ പ്രൊസീഡിങ്സും സാങ്കേതികത്വമൊക്കെ പറഞ്ഞിട്ട് ഈ അനിവാര്യമായ ഒരു ദുരന്ത മുഖത്ത് ആരെങ്കിലും അവിടെ അർഹമായ നഷ്ടപരിഹാരം നിഷേധിക്കോ? നിങ്ങൾക്ക് ഈ സാങ്കേതികത്വം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയം അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സാങ്കേതികത്വത്തിന്റെ നേരമല്ല എന്ന് BJP കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങൾക്കും ചോദിക്കുന്നതിന് മുമ്പ് പണം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല എന്ന് തെളിയിച്ച ആളുകളാണ്. ഇവർക്ക് നിയമവും പ്രശ്നമല്ല, കീഴ്വഴക്കവും പ്രശ്നമല്ല, സുജന മര്യാദയില്ല, പ്രതിപക്ഷ ബഹുമാനവും ഇല്ല, ഫെഡറൽ ചിന്തയില്ല. ഇവര് സങ്കുചിതമായ ഏകപക്ഷീയമായ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയിൽ അഭിരമിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളടക്കം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സഹോദരന്മാർക്കുമാണ് ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എന്ന വാസ്തവം ഉൾക്കൊണ്ടുകൊണ്ട് അവരിതിനകത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒറ്റ കാര്യം പറയാലോ, 2005 സെൻട്രൽ ഡിസാസ്റ്റർ ആക്ടിന്റെ 13-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് ആ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ദുരന്ത ബാധിതർക്ക് അത് എഴുതിത്തള്ളാൻ ഇവിടെ ശുപാർശ ചെയ്യാൻ അധികാരമുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ. അതുപോലും ചെയ്യാതെ ആ ഭേദഗതിയൊക്കെ തിരുത്തിക്കൊണ്ട് നമ്മളെ ബോധപൂർവം ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അധികം തുകയൊന്നും ആ ദുരന്ത ബാധിതരെ എടുത്തിട്ടില്ല. ഒരു 30-32 കോടി രൂപ മാത്രമാണ് എല്ലാവർക്കുമായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ കുടിശ്ശികയുള്ളത്. ഇവിടെ ലക്ഷം കോടികൾ കോർപ്പറേറ്റുകളുടേത് എഴുതിത്തള്ളുമ്പോഴാണ് ഈ 32 കോടി എഴുതി തള്ളാതിരിക്കാൻ 2005 ഭേദഗതിക്ക് ഇവര് ആപ്പ് വെച്ചുകൊണ്ട് ആ പഴുതു മടക്കുന്നത്. ഇവര് ബോധപൂർവം നമ്മളൊരു ശത്രു രാജ്യത്തെ പോലെ കണക്കാക്കിക്കൊണ്ട് ഒരു ശത്രു രാജ്യത്തെ പൗരന്മാരോട് പെരുമാറുന്നതിന് സമാനമായിട്ട് പെരുമാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഃഖമുണ്ട്. നമ്മള് ഈ രാജ്യത്തിന്റെ ആ വലിയ ആ ഫെഡറൽ വ്യവസ്ഥിതിയിൽ വലിയ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വലിയ വികാരത്തിന്റെ പുറത്ത് മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണ്. ഇത്തരത്തിൽ വിവേചനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ദൂരവ്യാപകമായ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി, ഇനി പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒരു ചോദ്യം കോൺഗ്രസിനോടുമുണ്ട്. ഈ പുനരധിവാസ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് 100 വീടുകൾ, അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ 100 വീടൊക്കെ ആ അർത്ഥത്തിൽ പണി തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസ് എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ നടന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എവിടെ വരെ എത്തി എന്നൊരു ചോദ്യം ഞാൻ ഈ അവസരത്തിൽ ഒരു കേന്ദ്ര വിവേചനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത്, ഞാനൊരു വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പറയാനുള്ളത്, CPM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും സംസ്ഥാന സർക്കാർ ആയാലും പരസ്പരം പഴിചാരിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള വേദിയാക്കി ഇതിനെ മാറ്റാതെ എല്ലാവരും പരസ്പരം സഹകരിച്ച് സാങ്കേതിക കുരുക്കും നിയമക്കുരുക്കും ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം അടിച്ചു കൊടുത്ത് സഹായിച്ച്
ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. കേന്ദ്രമോ സഹായിക്കുന്നില്ല. പിന്നെ ഇവിടെ ലീഗ്, കോൺഗ്രസ്, CPM എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നാടകമാടുന്നതിനെ വ്യക്തിപരമായിട്ട് ഞാൻ തീർത്തും എതിർക്കുകയാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, CPM ആകട്ടെ, ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും ഏകോപിപ്പിച്ചും അത് പൂർത്തിയാക്കിക്കൊണ്ട് ഒരു അപൂർവ മാതൃക രാജ്യത്തിന് കാണിക്കാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും പൗരാവലിയും മുന്നോട്ട് വരണം. അതാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശരി നൗഷാദ് അലി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വർഷം കഴിഞ്ഞു, ആ ദുരന്തം കഴിഞ്ഞിട്ട് ആ ദുരന്തത്തിൽ നിന്ന് തിരിച്ചു വരാൻ എല്ലാവർക്കും, വയനാട്ടിലെ എല്ലാവർക്കും കരുത്ത് നൽകേണ്ടത് ഇത്തരത്തിൽ പൊതുപ്രവർത്തകരും സർക്കാരും തന്നെയാണ്. പക്ഷേ ആ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് 2221 കോടി ചോദിച്ചപ്പോൾ 260 കോടി രൂപ മാത്രം ലഭിക്കുന്നത് എന്തായാലും കേരളത്തോടുള്ള അവഗണനയായി തന്നെയാണ് കണക്കാക്കാനാവുക. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്.